പശ്ചിമേഷ്യൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ആദ്യമായ ഒരു ക്രൂയിസ് കപ്പൽ ഹോർമുസ് കടലിടുക്കിലൂടെ വിജയകരമായി സഞ്ചരിച്ചതായി മറൈൻ ട്രാഫിക് ഡേറ്റ വ്യക്തമാക്കി. മാൾട്ട പതാകയുള്ള സെലസ്റ്റിയൽ ഡിസ്കവറി എന്നറിയപ്പെടുന്ന കപ്പൽ വെള്ളിയാഴ്ച നിർണായക ജലപാതയിലൂടെ സഞ്ചരിച്ചു. യാത്രക്കിടെ യാത്രക്കാരില്ലാതെ ലൈനർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മറൈൻ ട്രാഫിക് സൂചിപ്പിക്കുകയും ചെയ്തു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം അതിലൂടെ കടന്നുപോകുന്ന ആദ്യത്തെ യാത്രാ കപ്പലാണിത്. മാർച്ച് ആദ്യം ദുബായിൽ എത്തിയതിനു ശേഷം കപ്പൽ ഏകദേശം 47 ദിവസത്തേക്ക് നങ്കൂരമിട്ടിരുന്നു. കാരണം പ്രാദേശിക സംഘർഷങ്ങൾ സമുദ്ര പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഹോർമുസ് കടലിടുക്ക് കടക്കുന്ന ആദ്യത്തെ ക്രൂയിസ് കപ്പൽ സെലസ്റ്റിയൽ ഡിസ്കവറി എന്ന ക്രൂയിസ് കപ്പലാണ്. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഹോർമുസ് കടലിടുക്ക് കടക്കുന്ന ആദ്യത്തെ യാത്രാ കപ്പലാണ് സെലസ്റ്റിയൽ ഡിസ്കവറി. മാൾട്ട പതാകയുള്ള കപ്പൽ ഏകദേശം 47 ദിവസം ഡോക്ക് ചെയ്ത ശേഷം ഏപ്രിൽ 17 ദുബായിൽ നിന്നും പുറപ്പെട്ടു. മാർച്ച് ആദ്യം എത്തി. മറൈൻ ട്രാഫിക് ഡേറ്റ അനുസരിച്ച് കപ്പൽ ഇന്ന് UTCയിൽ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് പോവുകയാണ്. ഏപ്രിൽ 18 എത്തിച്ചേരുമെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. കപ്പൽ യാത്രക്കാരില്ലാതെ സഞ്ചരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കപ്പൽ സ്ഥാനങ്ങളെയും സമുദ്ര പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ നൽകുന്ന ഒരു പ്രമുഖ ആഗോള കപ്പൽ ട്രാക്കിംഗ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് മറൈൻ ട്രാഫിക്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സമുദ്ര ഗതാഗതം ടെഹ്റാൻ കർശനമായി നിയന്ത്രിക്കുമെന്ന് ഇറാൻ ഉറപ്പിച്ചു പറഞ്ഞു. പ്രാദേശിക സുരക്ഷയും ചർച്ചകളും സംബന്ധിച്ച് അമേരിക്കയുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിയുക്ത റൂട്ടുകളിലൂടെയും ഇറാനിയൻ അംഗീകാരത്തോടെയും മാത്രമേ കടന്നുപോകാൻ അനുവദിക്കൂ എന്ന് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് നിർദ്ദിഷ്ട റൂട്ട് അടിസ്ഥാനമാക്കിയും ഇറാനിയൻ അംഗീകാരത്തോടെയുമായിരിക്കും. കടലിടുക്ക് തുറന്നിട്ടുണ്ടോ അടച്ചിട്ടുണ്ടോ എന്നും അതിനെ നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങൾ സോഷ്യൽ മീഡിയ അല്ല, മറിച്ച് ഫീൽഡ് വഴിയാണ് നിർണ്ണയിക്കുക. മറുവശത്ത് ടെഹ്റാൻ, ഇസ്രായേൽ, ലെബനൻ എന്നിവ ഉൾപ്പെടുന്ന പ്രധാന നയതന്ത്ര സുരക്ഷാ മുന്നേറ്റങ്ങൾ അദ്ദേഹം അവകാശപ്പെട്ടിട്ടും ഇറാനുമായുള്ള ഏതൊരു കരാറും പൂർണ്ണമായും അന്തിമമാകുന്നതുവരെ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു. അരിസോണയിലെ ഫീനിക്സിൽ നടന്ന ടേണിംഗ് പോയിന്റ് USA പരിപാടിയിൽ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു, ഇത് ലോകത്തിന് മഹത്തായതും ഉജ്ജ്വലവുമായ ഒരു ദിവസമായിരിക്കും. കാരണം ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നിരിക്കുന്നുവെന്നും ബിസിനസിനും പൂർണ്ണമായ കടന്നുപോകലിനും തയ്യാറാണെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയുമായുള്ള നാവിക ഉപരോധം, ലോകം കണ്ട ഏറ്റവും വലിയ സൈന്യം, ഞങ്ങൾ അത് നിർമ്മിച്ചു. എൻ്റെ ആദ്യ ഭരണകാലത്ത് ഞങ്ങളത് നിർമ്മിച്ചു. ഇറാനുമായുള്ള ഞങ്ങളുടെ ഇടപാട് 100% പൂർത്തിയാകുകയും പൂർണ്ണമാവുകയും ഒപ്പിടുകയും ചെയ്യുന്നതുവരെ ഞങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ശക്തിയിലും പ്രാബല്യത്തിലും തുടരും. നേരത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ മുൻ പ്രസ്താവനയെക്കുറിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഖായി വിശദീകരണം നൽകിയതായി അർദ്ധ ഔദ്യോഗിക തസ്നിം വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ മുൻകൂട്ടി നിശ്ചയിച്ച വഴിയിലൂടെ അനുവദിക്കുമെന്നും ബഖായി പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ തുറമുഖങ്ങളുടെ സമുദ്ര ഉപരോധം തുടർന്നാൽ ഇറാൻ പരസ്പര നടപടികൾ സ്വീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിന്റെ സംരക്ഷകനാണ് ഇറാൻ, ആവശ്യമുള്ളിടത്ത് കരുണ കാണിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.